നമസ്കാരം. ഈ അടുത്ത കാലത്ത് പിണറായി വിജയന് വല്ലാത്ത മൂലക്കുരുവിൻ്റെ സൂക്കടുണ്ട് എന്ന് അദ്ദേഹത്തിൻ്റെ ഓഫീസുമായി ബന്ധപ്പെട്ട ആളുകൾ എന്നോട് പറയുകയുണ്ടായി. ആ മൂലക്കുരുവിൻ്റെ സൂക്കട് വരുമ്പോൾ പിന്നെ ആരെങ്കിലും ഒരു കള്ളക്കേസിൽ കൊടുക്കുക അദ്ദേഹത്തിൻ്റെ പ്രത്യേക രീതിയാണ്. എന്നാലേ അദ്ദേഹത്തിനൊരു സമാധാനം കിട്ടുള്ളൂ. അദ്ദേഹം എനിക്കെതിരെ നിരന്തരമായി കള്ളക്കേസ് എടുക്കാറുണ്ട്. അദ്ദേഹത്തെ വിമർശിച്ചു എന്ന് പറഞ്ഞിട്ട് 6 കേസാണ് സൈബർ പോലീസ് എറണാകുളം എടുത്തത്. കൂടാതെ എറണാകുളം നോർത്ത് പോലീസ് സ്റ്റേഷൻ ഒരു കേസെടുത്തു. 7 കേസ് എടുത്തിട്ടുണ്ട്. ഈ 7 കേസിൽ ആദ്യത്തെ കേസിൽ എന്നെ പോലീസ് വന്ന് അറസ്റ്റ് ചെയ്യുകയാണ്. അറസ്റ്റ് ചെയ്തിട്ട് എന്നെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോകുന്ന സമയത്ത് മുകളിൽ നിന്ന് കോൾ വരികയാണ്. എൻ്റെ ഓഫീസിലെ കമ്പ്യൂട്ടർ എല്ലാം എടുക്കണം എന്ന് പറഞ്ഞിട്ട് കമ്പ്യൂട്ടർ എടുക്കാൻ വേണ്ടി വീണ്ടും തിരിച്ചു വരുന്നു. ആ പോലീസ് ഓഫീസർ ബ്രിജുകുമാർ CI നല്ലൊരു മനുഷ്യനായിട്ടാണ് എനിക്ക് തോന്നി. അദ്ദേഹം എന്ത് ചെയ്തു, മുകളിൽ നിന്നുള്ള പാവം അദ്ദേഹം അങ്ങനെ എന്നെ കൊണ്ടുപോയിട്ട് തിരിച്ചു കൊണ്ടുവന്നിട്ട് അവിടെയുള്ള എല്ലാ കമ്പ്യൂട്ടറും പരിശോധിച്ചിട്ട് ഒരു കമ്പ്യൂട്ടറിൽ മാത്രമാണ് അതിൻ്റെ അകത്ത് ആ റെക്കോർഡ് ചെയ്തിരിക്കുന്ന ആ വീഡിയോ. അതെന്തായിരുന്നു എന്ന് വെച്ചാൽ ഈ സിൽവർ ലൈനുമായി ബന്ധപ്പെട്ട് ധർമ്മടം മണ്ഡലത്തിലൊരു ലേഡി CPM ലേഡി പിണറായി വിജയനെ തെറി പറയുന്നത് ഞാൻ കൊടുത്തു എന്നുള്ളതാണ്. ആ വീഡിയോ ഉള്ള ഹാർഡ് ഡിസ്ക് അവർ കൊണ്ടുപോയി. എനിക്കൊരു പ്രശ്നമായി തോന്നില്ല. എന്നാൽ പോലീസ് സ്റ്റേഷൻ എത്തുന്നതിന് മുമ്പ് തന്നെ വീണ്ടും കോൾ വന്നു പിണറായി വിജയൻ്റെ ഓഫീസിൽ നിന്ന് എല്ലാ കമ്പ്യൂട്ടറും എടുത്തുകൊണ്ട് പോകണം എന്നിട്ട്. അവസാനം പാവം വീണ്ടും ഓഫീസിൽ വന്ന് എല്ലാ കമ്പ്യൂട്ടറും എടുത്തുകൊണ്ട് പോയി. ഞാൻ എന്ത് ചെയ്തു, നേരെ ക്ലെയിം പെറ്റീഷൻ കൊടുത്തു. എറണാകുളം ACJ കോടതിയിലായിരുന്നു കേസ്. അവിടെയാണ് എറണാകുളം നോർത്ത് പോലീസ് സ്റ്റേഷൻ്റെ അതിർത്തി. എന്നെ വൈകുന്നേരം വരെ നിർത്തിച്ചിട്ടോ. എൻ്റെ അഡ്രസ് എന്നെ അറസ്റ്റ് ചെയ്തു. എന്നെ പോലീസ് സ്റ്റേഷൻ ജാമ്യം കിട്ടുന്ന ഉറപ്പാണ്. പക്ഷേ രാത്രി വരെ നിർത്തിക്കണമെന്ന് പിണറായി വിജയൻ്റെ ഓഫീസിൽ നിന്നുള്ള നിർദ്ദേശമാണ്. അവർക്ക് ഈ തലയ്ക്ക് വട്ട് പിടിച്ചു കഴിഞ്ഞാൽ, ഭ്രാന്ത് പിടിച്ചു കഴിഞ്ഞാൽ എന്നെപ്പോലുള്ള ഒരാളവിടെ നിർത്തിച്ചാൽ എനിക്ക് ലാഭം എന്നല്ലാതെ എനിക്കെന്തെങ്കിലും ഉണ്ടോ? ആ CIയും ബാക്കി എല്ലാ ആൾക്കാരും എന്നെ സുഹൃത്തുക്കളാണ്. ഞങ്ങളവിടെ കളിയും തമാശയും പറഞ്ഞിരുന്ന് കയറാംസും മറ്റൊന്നും കളിച്ചില്ല മാത്രമേ ഉള്ളൂ. അവിടെയുള്ള കുറേ കേസുകളൊക്കെ പറ്റി പഠിച്ച് അവിടുന്ന് വൈകുന്നേരം വയ്ക്ക് എൻ്റെ അഡ്വക്കേറ്റ് വന്ന് പറഞ്ഞു, ഇനി പോരെ, പിണറായി വിജയനെ സംതൃപ്തിപ്പെടുത്തിയ പോരെ എന്ന് പറഞ്ഞിട്ട് എനിക്ക് അപ്പം തന്നെ ജാമ്യം തോന്നി. ഇതേപോലെ ഞാൻ കണ്ടിട്ടുണ്ട്, ഷാജൻ സ്കറിയെ അറസ്റ്റ് ചെയ്തിട്ട് രാത്രി വരെ എറണാകുളം കളമശ്ശേരി പോലീസ് സ്റ്റേഷനിൽ നിർത്തിയത് അവിടുത്തെ നമ്മുടെ AC ബേബിയായിരുന്നു. ഞാൻ ചോദിച്ചു അദ്ദേഹത്തോട്, എന്തിനാണ് ഇങ്ങനെ നിർത്തിച്ചത്? അദ്ദേഹം ഗത്യന്തരം വരെ പറയുക, ആവശ്യമൊന്നുമില്ലാതെ നിർത്തിക്കുകയാണ്, എന്നാലും രാത്രി വരെ നിർത്തിക്കുന്നതിന് കാരണം മുകളിൽ നിന്നുള്ള ഓർഡറാണ് എന്ന് പിന്നെ അദ്ദേഹം ഒന്നും പറഞ്ഞില്ലേ. അവിടെയുള്ള ചില പോലീസുകാർ പറഞ്ഞു. അദ്ദേഹം ചിരിച്ചു എന്നോട്, ഞാൻ എന്ത് ചെയ്യും എന്നുള്ള മട്ടിൽ. ഇതേപോലെ പത്രപ്രവർത്തകരെ അറസ്റ്റ് ചെയ്യുക, രാത്രി വരെ നിർത്തിക്കുക. നോൺ ബെയിലബിൾ വകുപ്പാണെങ്കിൽ എന്ത് ചെയ്യുക, രാത്രി 12 മണിക്ക് കൊണ്ട് ഈ മജിസ്ട്രേറ്റിൻ്റെ മുമ്പ് ഹാജരാക്കുമ്പോൾ ജാമ്യം കിട്ടില്ല. ഒരു 5-6 ദിവസം ജയിലിൽ കിടക്കുക. അങ്ങനെ ഞാൻ ജയിലിൽ കിടന്നിട്ടുണ്ട് കേട്ടോ. എനിക്ക് രാത്രി വരെ നിർത്തിച്ചുകൊണ്ട് 2 കേസുകൾ എനിക്ക് ജയിലിൽ പോകേണ്ടി വന്നു. പിന്നീട് 34 ദിവസവും 7 ദിവസമൊക്കെ ജയിലിൽ കിടക്കേണ്ടി വന്നു. പക്ഷേ ഒരു പത്രപ്രവർത്തകൻ ജയിലിൽ പോയി പഠിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആളായതുകൊണ്ട് എനിക്ക് ഉറവശി ശാപ ഉപകാരം ചെയ്തു തന്നതിന് പിണറായി വിജയനോട് നന്ദിയും പറയുന്നുണ്ട്. അങ്ങനെ ഈ കേസിൽ എനിക്ക് അന്ന് ജാമ്യം. ഇതേപോലെ എനിക്കെടുത്ത കേസുകളൊക്കെ സ്ഥിതി ഇതാണ്. ഒരു വീണ ജോർജിൻ്റെ നഗ്ന വീഡിയോ എൻ്റെ കൈവശമില്ല എന്ന് പറഞ്ഞതിന് എനിക്കൊരു കേസുണ്ട്, IT Act 67. അത് എന്ത് വകുപ്പിലാണ് എടുത്തത് അറിയാതെ കോഷിയാൻ കൊടുത്തപ്പോൾ പ്രോസിക്യൂട്ടർ പറയുന്നത് ഒന്ന് മാറ്റിവെക്കുമോ വെച്ചുകൊണ്ട് കരഞ്ഞോട്ടെ. ആ കേസിന് കുറ്റപത്രം സമർപ്പിച്ചത് 4 വർഷം കഴിഞ്ഞു. 4 വർഷം കഴിഞ്ഞ് കുറ്റപത്രം സമർപ്പിച്ചത്. ഇതേപോലെ തിരുവനന്തപുരത്ത് 44/2021 നമ്പറിൽ ഈ കോവിഡ് സമയത്ത് 2 ലക്ഷം ആളുകൾ മരിച്ചിട്ടുണ്ട്. അതിൻ്റെ രേഖ എൻ്റെ അടുത്തുണ്ട്. ആ രേഖകൾ ഞാൻ പ്രസിദ്ധീകരിക്കാൻ പോവുകയാണെന്ന് പറഞ്ഞിട്ടുള്ള പരിയാരം മെഡിക്കൽ കോളേജിലെ ചില രോഗികളുടെ അനുഭവം കൂടി പങ്കുവെച്ചപ്പോൾ എനിക്കെതിരെ കേസെടുത്തു. എൻ്റെ ഓഫീസ് റെയ്ഡ് ചെയ്ത് മാസ്റ്റർ കമ്പ്യൂട്ടർ എല്ലാം എടുത്തുകൊണ്ടേ 4 ലക്ഷം രൂപ വിലയുള്ള കമ്പ്യൂട്ടറാണ്. ഓരോ സമയത്തും എൻ്റെ ഓഫീസിൽ നിന്ന് കൊണ്ടുപോയ കമ്പ്യൂട്ടറുകളുടെ എല്ലാം കൂടെ കണക്ക് നോക്കുമ്പോൾ അറ്റ്ലീസ്റ്റ് 1 കോടി രൂപ വില ഉണ്ടാവും. അതിൻ്റെ അകത്തുള്ള ഡാറ്റാസിൻ്റെ വില ഒരു 10 കോടിയും കൂട്ടിയാൽ 10-20 കോടി രൂപ എനിക്ക് നഷ്ടപരിഹാരം തരേണ്ടി വരും. എനിക്കുണ്ടായ മാനനഷ്ടം എല്ലാം കൂടിയിട്ട്. അതൊക്കെ ഞാൻ ഘട്ടം ഘട്ടമായി ചെയ്യും. വീണ ജോർജിൽ നിന്ന് ഞാൻ വാങ്ങിയിരിക്കും ആ നഷ്ടപരിഹാരം എന്ന് ഞാൻ പ്രത്യേകം പറയുകയാണ്. പിണറായി വിജയനിൽ നിന്ന് വാങ്ങിയിരിക്കും. അതിൻ്റെ ഒരു കൃത്യമായിട്ടുള്ള കേസുണ്ട്. സിന്ധു ജോയിൽ നിന്ന് ചുരുങ്ങി 1 കോടി രൂപ വാങ്ങാനുള്ള കേസിൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. ഇതിനിടയിലാണ് സിന്ധു ജോയുടെ കേസ്. ഈ സിന്ധു ജോയുടെ കേസ് എന്താണെന്ന് അറിയാമോ? ഞാൻ പറഞ്ഞിട്ടുള്ളത്, സിന്ധു ജോയെ പറ്റി പറഞ്ഞു, അവർക്ക് വേണ്ടി സംസാരിച്ച അവർ മുമ്പ് ഒരിക്കൽ പറഞ്ഞു, കറിവേപ്പില പോലെ എന്നെ വലിച്ചെറിഞ്ഞു എന്ന് പറഞ്ഞു. ആര്? CPM. ഞാൻ പറഞ്ഞത് കേട്ടോ. സിന്ധു ജോയ് പറഞ്ഞ വീഡിയോ ഒന്ന് കേട്ടു നോക്കാം. അദ്ദേഹം വെറുതെയാണ് ഇത്തരത്തിലുള്ള പ്രസ്താവനകൾ നടത്തിയതെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കരുതിക്കൂട്ടി ബോധപൂർവമാണ് കേരളത്തിലെ സ്ത്രീ സമൂഹത്തെ ആകെ ആക്ഷേപിക്കുന്ന രീതിയിലുള്ള നിലപാടുകളുമായി അദ്ദേഹം മുന്നോട്ട് വന്നിട്ടുള്ളത്. എന്നെ കോൺഗ്രസ് കറിവേപ്പിലാക്കി എന്നാണ് പറയുന്നത്.
കറിവേപ്പിലയാക്കിയിട്ടുള്ള CPM ആക്കിയിട്ടുള്ള ഒട്ടനവധി ആളുകൾ, ഞാനും ഗൗരവ ഉൾപ്പെടെയുള്ള ആളുകൾ ഇപ്പോൾ ഇവിടെ ഉണ്ട്. ഇനി ഒരുപാട് പേര് ഇങ്ങോട്ട് കടന്നു വരാനിരിക്കുകയാണ്. ശ്രീ VS അച്യുതാനന്ദനെ ഇങ്ങനെ കയറൂരി വിടാനായിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ പോലൊരു പ്രസ്ഥാനം തയ്യാറാകാൻ പാടുണ്ടോ? അദ്ദേഹത്തെ പ്രതിപക്ഷ സ്ഥാനത്ത് നിന്നുൾപ്പെടെ, പ്രതിപക്ഷ നേതാവ് എന്നുള്ള സ്ഥാനത്ത് നിന്നുൾപ്പെടെ മാറ്റി നിർത്തുവാൻ വേണ്ടി CPM തയ്യാറാകണം. പരസ്യമായിട്ട് ജനങ്ങൾ പ്രതികരിക്കാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ അദ്ദേഹം തിരുത്തലുമായി രംഗത്ത് വന്നു. പക്ഷെ ഒരു സ്ത്രീയെ അപമാനിക്കാവുന്നതിന്റെ ഏറ്റവും ഉന്നത രൂപത്തിൽ അപമാനിച്ചതിന് ശേഷം ഇത്തരത്തിൽ കാര്യങ്ങൾ പറയുന്നതിൽ എന്തെങ്കിലും അർത്ഥമുണ്ടോ എന്നാണ് എനിക്ക് നിങ്ങളോടായിട്ട് ചോദിക്കുവാനുള്ളത്. കേട്ടല്ലോ, അങ്ങനെ കറിവേപ്പില പോലെ സിന്ധു ജോയെ വലിച്ചെറിഞ്ഞു എന്ന് പറയുന്നതിന് ആസ്പദമായുള്ള ഒരു സ്റ്റോറി ഞാൻ പറഞ്ഞു. MA ബേബി അദ്ദേഹം ആണ് ഇവരെ വളർത്തിയത്. പക്ഷെ ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ അവരെ കൈവിട്ടു, ഇവരെ കറിവേപ്പില പോലെ വലിച്ചെറിഞ്ഞു. അങ്ങനെയുള്ള സംഭവത്തിന് ഞാൻ അങ്ങനെ പറയാൻ കാരണം VS അച്യുതാനന്ദൻ അവരെ കുറിച്ചിട്ട് എന്താ പറഞ്ഞാൽ അറിയോ, അഭിസാരികളെ പോലെ അവരെ മോശപ്പെടുത്തി എന്ന് പറയുന്നൊരു കാര്യമാണ്. ഇത് ഞാൻ ഈ വീഡിയോ ഒന്ന് കേൾക്കേണ്ടതാണ്. സിന്ധു ജോയിയെ ഇവർ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പ് വിലക്കെടുത്തില്ലേ? അവളെല്ലാ പാർലമെൻറ്റ് മണ്ഡലങ്ങളിലും നടന്ന് പ്രസംഗിച്ചില്ലേ? കോൺഗ്രസിന് അവളെ നിന്നു എന്നുള്ളത് കൊണ്ട് കോൺഗ്രസിന് എന്താ തോമസാ KV തോമസ് അല്ലേ നിന്ന് ജയിച്ചിട്ട് പോയത്? അവൾ ഇപ്പോൾ എവിടെയുണ്ട്? നിങ്ങളൊന്ന് അന്വേഷിക്കും. നിങ്ങൾ അന്വേഷണാത്മക പത്രപ്രവർത്തകരല്ലേ? ഇവർ ഇറക്കുന്നവർ ഒരു പ്രാവശ്യം ഇറക്കി കഴിഞ്ഞാൽ ഈ അഭിസാരികളെ കുറേ പ്രാവശ്യം ഉപയോഗിച്ച് കഴിഞ്ഞ് പിന്നെ തള്ളുമല്ല, അതേപോലെ കൈകാര്യം ചെയ്യായിരുന്നില്ലേ? കേട്ടല്ലോ, ഈ സംഭവമുള്ള ഈ രണ്ട് കാര്യങ്ങളും ഞാൻ നിയമപ്രകാരം സുപ്രീം കോടതിയിൽ കൊടുത്ത രേഖകളാണ്. ഇവിടെ നിന്നും കൊടുത്ത രേഖയല്ല, സുപ്രീം കോടതിയിൽ കൊടുത്ത രേഖ കണ്ട് സുപ്രീം കോടതി അന്ന് എനിക്കെതിരെ ഇവർ സൈബർ പോലീസ് കേസ് എടുത്തപ്പോൾ സുപ്രീം കോടതി പറഞ്ഞു ഈ രേഖകൾ പരിശോധിച്ച് കേസേ നിൽക്കുകയില്ല, ഇനി വേണമെങ്കിൽ മുൻകൂർ ജാമ്യത്തിന് ആവശ്യമില്ല, നേരിട്ട് പോയിട്ട് ആവശ്യമെങ്കിൽ തിരുവനന്തപുരം കോടതിയിൽ പോയിട്ട് ജാമ്യം ഇറങ്ങിയാൽ മതി എന്ന് പറഞ്ഞു. അതിൻ്റെ വിധിയുടെ കോപ്പിയാണ് ഞാൻ ഇപ്പം കാണിക്കുന്നത്. ഓക്കെ, കണ്ടല്ലോ, ഈ വിധി പ്രകാരം അതിനകത്ത് കൃത്യമായി പറയുന്നുണ്ട് ഇഫ് നെസസിറ്റി ഉണ്ടെങ്കിൽ അവിടെ പോയി ജാമ്യം എടുത്താൽ മതിയെന്ന്. അത് കഴിഞ്ഞു. ഇത് ഞാൻ സുപ്രീം കോടതിയിലെ വിധി പ്രകാരവും തിരുവനന്തപുരം പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് ഞാൻ ഈ ഡോക്യുമെൻ്റ് ഹാജരാക്കിയ കാര്യങ്ങൾ, പോലീസ് ഞെട്ടിയ കാര്യങ്ങളും എല്ലാം വെച്ചിട്ട് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു. ആ വീഡിയോയിൽ ചെയ്ത പ്രകാരം സിന്ധു ജോയ്ക്ക് അനുകൂലമായിട്ടാണ് ഞാൻ ചെയ്യുന്നതായിട്ടെല്ലാം. കാരണം അവരെ കറിവേപ്പില പോലെ വലിച്ചെറിഞ്ഞ് അവർ പറഞ്ഞ കാര്യം സത്യമാണെന്നാണ് ഞാൻ പറഞ്ഞത്. അത് പ്രസിദ്ധീകരിച്ചതിന് സിന്ധു ജോയിൻ്റെ ഒരു പരാതി, അവർ ഫോട്ടോ പ്രസിദ്ധീകരിച്ചു മറ്റേന്നൊക്കെ പറഞ്ഞിട്ടൊരു പരാതി. ആ പരാതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ എന്ത് ചെയ്തു, ഒരു ദിവസം ഞാനത് പ്രസിദ്ധീകരിച്ച ഒരു ദിവസം രാത്രി 12 മണിക്ക് ഒരു പോലീസ് സംഘം സൈബർ പോലീസ് എൻ്റെ വീട്ടിലെത്തി. 12 മണിക്ക് എത്തിയപ്പോൾ ഞാൻ പറഞ്ഞു ഇതൊന്ന് എനിക്ക് അവരെ കൂടെ പോകണം എന്നാണ് പറഞ്ഞത്. ഞാൻ പറഞ്ഞു വരാൻ പറ്റില്ല എന്നാണ് തീർത്ത് പറഞ്ഞു. വരാൻ പറ്റില്ല. എന്താണ് വരാൻ പറ്റാത്തത്? സുപ്രീം കോടതിയുടെ വിധിയുണ്ട്. ആ വിധി പ്രകാരം ഒരാളെ അറസ്റ്റ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ നിയമപ്രകാരം 7 വർഷം വരെയുള്ള തടവ് ശിക്ഷയുള്ള വകുപ്പുകളിൽ ഉള്ള കുറ്റകൃത്യങ്ങളിൽ ആദ്യം എന്ത് കൊടുക്കണം? BNSS 35(3) പ്രകാരം നോട്ടീസ് കൊടുക്കണം. ആ നോട്ടീസ് പ്രകാരം വേണം കേസ് എടുക്കാൻ. നോട്ടീസ് പ്രകാരം ആളെ വരുത്തിച്ച് അവർക്ക് പറയാനുള്ള കേട്ടിട്ട് ഇന്നൊരു കുറ്റകൃത്യം ചെയ്തു എന്ന് പറയുകയാണെങ്കിൽ ആ കേസുമായി മുന്നോട്ട് പോകാമെന്നാണ്. അല്ലാതെ എനിക്ക് നോട്ടീസ് തരാതെ എനിക്ക് വരാൻ പറ്റില്ല എന്ന് തീർത്ത് പറഞ്ഞു. മാത്രമല്ല രാത്രി 12 മണിക്ക് വന്നത് DK ബാസു വേഴ്സ് വെസ്റ്റ് ബംഗാൾ കേസിൻ്റെ വയലേഷനാണെന്ന് പറഞ്ഞു. ആ 5 പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഏകദേശം ഒരു 2 മണി വരെ ഇരുന്നപ്പോൾ ഞാൻ ഇതിനിടയിൽ VD സതീശനെ കിട്ടിയിരുന്നു. അദ്ദേഹം ഇതിനകത്ത് DGPക്ക് വാൺ ചെയ്തു. ഇങ്ങനെ സുപ്രീം കോടതിയിൽ ഉത്തരവുണ്ടാകുമ്പോൾ നിങ്ങൾ നിയമവിരുദ്ധമായിട്ട് ഇങ്ങനെ നന്ദകുമാറിനെ അറസ്റ്റ് ചെയ്യാൻ വന്നത് എന്താണ്? ഈ കേസ് നിലനിൽക്കുന്നതല്ലല്ലോ, VS അച്യുതാനന്ദൻ പറഞ്ഞ കാര്യമല്ലേ അദ്ദേഹം പബ്ലിഷ് ചെയ്തത് എന്ന് പറഞ്ഞുകൊണ്ട് VD സതീശൻ DGPയുമായി സംസാരിച്ചു. ഉടൻ തന്നെ DGP അവസാനം ആ കൺസേൺഡ് പോലീസ് സ്റ്റേഷനിലൊക്കെ എത്തി വരുമ്പോഴേക്ക് 5 മണിയായി. അതുവരെ എൻ്റെ വീട്ടിൽ ഈ 5 പേര് കാത്തിരുന്നു എന്നെയും കൂട്ടി കൊണ്ടുപോകാൻ. ഞാൻ പറഞ്ഞു വരില്ല എന്ന് പറഞ്ഞാൽ വരില്ല, ലോക്കൽ പോലീസിൽ ആര് വന്നാലും വരില്ല. ഇവിടുത്തെ അവിടെ നിന്നപ്പോൾ ഈ ലോക്കൽ ആളുകളൊക്കെ എന്നെ സംരക്ഷണത്തിന് വന്നിട്ടുണ്ട്. ഒരു 10-25 പേര് അവിടെ കൂടിയിട്ടുണ്ട്. എൻ്റെ വീട്ടിൽ അവിടുത്തെ അസോസിയേഷൻ പ്രസിഡൻ്റ് എല്ലാം വന്നു. അവർക്കും ബോധ്യപ്പെട്ടു ഇത് കള്ളക്കേസാണെന്നും ഇങ്ങനെയാണ് നിയമമെന്നും അവരെ ഞാൻ പഠിപ്പിച്ചു കൊടുത്തു. പോലീസും അത് അംഗീകരിച്ചിട്ടുണ്ട്. പക്ഷെ മുകളിൽ നിന്ന് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് അവർക്ക് കോൾ പിടിച്ചുകൊണ്ടോ ഇല്ലേ എന്നുള്ളത് പറഞ്ഞുകൊണ്ടിരിക്കുക. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, അവസാനം അവർക്ക് 35(3) നോട്ടീസ് തരേണ്ടി വന്ന് VD സതീശൻ ഇടപെട്ടിട്ട്. അങ്ങനെ ആ നോട്ടീസ് പ്രകാരം ഞാൻ കോടതിയിൽ ഈ 2 ഡോക്യുമെൻ്റ്, അതായത് VS അച്യുതാനന്ദൻ്റെ പ്രസംഗം നിങ്ങൾ കേട്ടല്ലോ, അല്ല ഞാൻ പറഞ്ഞതല്ല, അപ്പുറത്ത് നമ്മുടെ ആരുടെ പ്രസംഗമാണ്,
സിന്ധു ജോയുടെ പ്രസംഗമാണ്. ഈ 2 രേഖകളാണ് ഞാൻ ഹാജരാക്കിയത്. അപ്പം കോടതി പറഞ്ഞത് എന്താ അറിയോ? വളരെ സുപ്രധാനമായ കാര്യമാണ്. പോലീസിന് പിണറായി വിജയൻ പറഞ്ഞാൽ എന്തിനും കള്ളക്കേസ് എടുക്കും എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണിത്. അതായത് നമ്മുടെ മോഹൻലാൽ ഒരു സിനിമയിൽ പറയുന്നുണ്ട്, നരി വരുന്നുണ്ട്. ആരാ നരി വന്നത്? നമ്മുടെ മമ്മൂട്ടി. അപ്പോൾ മമ്മൂട്ടി വന്നിട്ട് ആ സിനിമയിൽ അഭിനയിക്കുന്ന രംഗം അതിഗംഭീരമായിരുന്നു. അതേപോലെയാണ് അഡ്വക്കേറ്റ് വേണുഗോപാൽ, പ്രശസ്ത അഭിഭാഷകനായ തിരുവനന്തപുരത്തെ വേണുഗോപാൽ ശ്രീനിവാസൻ എന്ന് പറയുന്ന എൻ്റെ അഡ്വക്കേറ്റ് അവിടെ വാദം നടത്തിയത്. ആ വാദം നടത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം ചോദിച്ച ചോദ്യം, VS അച്യുതാനന്ദൻ സിന്ധു ജോയിയെ പറ്റി പറഞ്ഞ കാര്യം എല്ലാ ചാനലുകളും നിറഞ്ഞു നിൽക്കുമ്പോൾ നന്ദകുമാർ എന്താണ് തെറ്റ് ചെയ്തത്? അത് അതേപടി പ്രസിദ്ധീകരിക്കാനുള്ള യോഗ്യത നന്ദകുമാറിനില്ലേ? അത് VS അച്യുതാനന്ദൻ പറഞ്ഞത് തെറ്റാണെന്ന് പറയാനുള്ള യോഗ്യത നന്ദകുമാറില്ലേ? ഭരണഘടനാ സ്വാതന്ത്ര്യ പ്രകാരം 19(1) അനുച്ഛേദ പ്രകാരം നന്ദകുമാറിൻ്റെ അവകാശവും സ്വാതന്ത്ര്യവുമല്ലേ അത്? പിന്നെ എന്തിനാണ് ഈ പോലീസ് കേസെടുത്തത് ഒന്ന് പറയാമോ എന്ന് ചോദിച്ചപ്പോൾ ജഡ്ജി ചോദിച്ചു, സെഷൻസ് ജഡ്ജി ചോദിച്ചു. ഒരു വളരെ ഗംഭീരമായിട്ട് അത് പഠിക്കുകയും ആദ്യം തന്നെ എൻ്റെ അഡ്വക്കേറ്റ് പറഞ്ഞ ഈ വീഡിയോ കാണണം, നന്ദകുമാർ പബ്ലിഷ് ചെയ്ത വീഡിയോ കാണണം, അതേപോലെ VS അച്യുതാനന്ദൻ്റെ വീഡിയോ കാണണം, അതേപോലെ സിന്ധു ജോയുടെ വീഡിയോ കാണണം. അത് 3ഉം ആ ജഡ്ജ് കേട്ടതിന് ശേഷം ആ പ്രോസിക്യൂട്ടർ ചോദിച്ചു, നിങ്ങൾക്ക് എന്തെങ്കിലും ഹാജരാക്കണ്ടോ? ഒരു ദിവസം കൂടെ സമയം കൊടുത്തു. അപ്പം പിറ്റേ ദിവസം പ്രോസിക്യൂട്ടർ വന്നു, ഞങ്ങൾക്കൊന്നും ഹാജരാക്കാനില്ല, നന്ദകുമാർ ഹാജരാക്കിയ എല്ലാം സത്യസന്ധമായ രേഖകളാണ്, അതുകൊണ്ട് ഞങ്ങൾക്കൊന്നും ഹാജരാക്കാനില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഇതിനകത്ത് പറയുന്ന ആദ്യത്തെ വീഡിയോ VS അച്യുതാനന്ദൻ്റെ വീഡിയോ ആണല്ലോ. അതിലെന്തെങ്കിലും നിങ്ങൾക്ക് ഒബ്ജക്ഷൻ പറയാനുണ്ടോ? ഇല്ല. ഇതിപ്പോൾ എല്ലാ ചാനലിലും ഉണ്ട്. അല്ലാന്ന് പറയാൻ പറ്റുമോ? സിന്ധു ജോയിയെ പറ്റി പറഞ്ഞ അഭിസാരികയെ പോലെ വലിച്ചെറിഞ്ഞു, ഉപയോഗിച്ച ശേഷം വലിച്ചെറിഞ്ഞു എന്നാണ് രാഷ്ട്രീയത്തിൽ അതിനെ പറഞ്ഞിരിക്കുന്നത് VS അച്യുതാനന്ദൻ. അതിനെതിരെ സിന്ധു ജോയ് കേസ് കൊടുത്തിട്ടുണ്ടോ എന്ന് എൻ്റെ അഡ്വക്കേറ്റ് വിളിച്ചു ചോദിച്ചു. അപ്പം ജഡ്ജി ചോദിച്ചു, പ്രോസിക്യൂട്ടർ അങ്ങനെ കേസ് കൊടുത്തിട്ടുണ്ടോ? ഇല്ല. പിന്നെ നിയമപരമായ ഒരു ഡോക്യുമെൻ്റ് അല്ലേ? ആ ഡോക്യുമെൻ്റ് നന്ദകുമാർ പ്രസിദ്ധീകരിച്ചാൽ എങ്ങനെയാണ് കുഴപ്പം വരിക? രണ്ടാമത് സിന്ധു ജോയുടെ വീഡിയോ കണ്ടു വെച്ച് ഇതിന് എന്താണ് കുഴപ്പം? സിന്ധു ജോയ് പറഞ്ഞ കാര്യമല്ലേ നന്ദകുമാർ പറഞ്ഞിട്ടുള്ളത്? പിന്നെ എങ്ങനെയാണ് കേസ് നിൽക്കുക? ഇതോടുകൂടി എൻ്റെ അഡ്വക്കേറ്റ് പറഞ്ഞത് പിണറായി വിജയന് ലാവ്ലിംഗ് കേസിലുള്ള വിരോധമാണ്. അദ്ദേഹം ലാവ്ലിംഗ് കേസിൽ പ്രതിയായതിന് കാരണം നന്ദകുമാറാണ്. നന്ദകുമാർ കൊടുത്ത CBI അന്വേഷണത്തിലാണ് ഹൈക്കോടതി ഉത്തരവിടുന്നത്. പിന്നെ അദ്ദേഹം പ്രതിയാകുന്നത് തെളിവ് കൊടുത്തത് നന്ദകുമാറാണ്. എന്തിന്? ഈ വാർത്ത എക്സ്പോസ് ചെയ്തപ്പോൾ അദ്ദേഹത്തിൻ്റെ ഓഫീസ് കത്തിച്ചത് പിണറായി വിജയൻ്റെ നിർദ്ദേശപ്രകാരം അദ്ദേഹത്തിൻ്റെ മരുമകനാണ്. അതിൻ്റെ കലിപ്പ് തീർക്കുകയാണ്. മരുമകൻ 25 ദിവസം ജയിലിൽ കിടക്കേണ്ടി വന്നെന്ന്. അതിനൊക്കെ കലിപ്പ് തീർക്കാൻ സിന്ധു ജോയെ മുന്നിൽ നിർത്തി കളിക്കുകയാണ് പിണറായി വിജയൻ എന്ന് ആര് പറഞ്ഞു? എൻ്റെ അഡ്വക്കേറ്റ് പറഞ്ഞു. നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് വെച്ചപ്പോൾ അവർക്കൊന്നും പറയാനില്ല പ്രോസിക്യൂട്ടർക്ക്. അങ്ങനെ കോടതി വിധി എഴുതിയപ്പോൾ അതിൻ്റെ ഫ്രണ്ട് പേജ് ആണ് ഞാൻ കാണിച്ചിട്ടുള്ളത്. അതിൽ പറയുന്നുണ്ട്, പെറ്റീഷണർ ഈസ് അക്യൂസ്ഡ് in crime number 171/2025 of cyber crime police station registered for alleged committing the offences punishable under sections 75(1)(4), 78, 79, 351(1), 351(2) of BNS and section 57 of YT Act 2000. ഇത്രയും വകുപ്പുകളാണ് വെച്ചിട്ടാണ് എനിക്കെതിരെ 171/2025 നമ്പർ കേസെടുത്തിരിക്കുന്നത്. അതിൽ കോടതി പറഞ്ഞ ഭാഗം മാത്രം ഞാൻ വായിക്കാം. എത്രമാത്രം കള്ളക്കേസുകളാണ് എനിക്കെതിരെ മാത്രമല്ല, ഷാജൻ സ്കറിക്കെതിരെ എടുത്തിട്ടുണ്ട്, കർമ്മയുടെ വിൻസ് മാത്യുവിനെതിരെ എടുത്തിട്ടുണ്ട്, I2I സുനിലിനെതിരെ എടുത്തിട്ടുണ്ട്, സുമേഷ് മാർക്കോപ്പളയ്ക്കെതിരെ എടുത്തിട്ടുണ്ട്, നമ്മുടെ ട്രൂ TVക്കെതിരെ എടുത്തിട്ടുണ്ട്. കാണുന്നവർക്കൊക്കെ എതിരായിട്ട് ആരെങ്കിലും പിണറായി വിജയനെയോ വിമർശിച്ചാൽ ഏതെങ്കിലും ഒരു നേതാവിൻ്റെ പേരിൽ ഒരു പരാതി വെച്ചിട്ട് കള്ളക്കേസ് എടുക്കുക എന്നുള്ളതാണ് പിണറായി വിജയൻ്റെയും P ശശിയുടെയും പ്രധാനപ്പെട്ട ജോലി. ഇവിടെ നാട് നന്നാക്കാൻ വേണ്ടിയിട്ടല്ല അവരിയ്ക്കുന്നത്. പോലീസിനെ എങ്ങനെ ദുരുപയോഗം ചെയ്യാം. ഇത്തവണ പോലീസിന് കൃത്യമായി മനസ്സിലാക്കി, ഇങ്ങനെ കയറി വന്നാലൊന്നും നന്ദകുമാറോ ഇവരാരും തന്നെ ഞാൻ അറസ്റ്റ് വഴങ്ങില്ല. സുപ്രീം കോടതിയുടെ ഓർഡർ ഉണ്ട്. എന്താണ് ഓർഡർ? 7 വർഷം വരെ തടവ് ശിക്ഷ കിട്ടാവുന്ന വകുപ്പല്ലെങ്കിൽ നോട്ടീസ് ആദ്യം നൽകണം. നോട്ടീസ് നൽകി സമയം കൊടുത്ത് എന്നിട്ട് മാത്രമേ ഹാജരാവേണ്ടതുള്ളൂ. അപ്പോൾ ഇത് കേട്ടോളൂ. ഇതിന് 9ാം പേര് പറയുന്നു, ഓൺ വ്യൂയിങ് ദ വീഡിയോ അപ്ലോഡഡ് ബൈ ദ പെറ്റീഷണർ ഇറ്റ് ഈസ് എവിഡൻറ്റ് ദാറ്റ് the petitioner was explaining how he had succeeded in a legal battle in a case registered in cyber police station by producing certain documents. അതായത് ഞാൻ ഒരു നിയമയുദ്ധത്തിൽ എനിക്കെതിരെ എടുത്ത കേസിൽ ഞാൻ എങ്ങനെയാണ് നിയമപരമായി വിജയിച്ചത് എന്ന് കൃത്യമായി പറയുകയാണ് ആ വീഡിയോയിലുള്ളത്.
The petitioner mentioned a public statement made by the informant about herself in the same video. അതായത് സിന്ധു ജോയെ പറ്റി തന്നെ കറിവേപ്പില പോലെ CPM-കാർ വലിച്ചെറിഞ്ഞു എന്ന് പറയുന്ന കാര്യത്തിൽ അവർ തന്നെ വീഡിയോ അതാണ് ഇതിൻ്റെ അകത്തൊന്ന് തെളിവായിട്ട് പെറ്റീഷണർ ഹാജരാക്കിയിട്ടുള്ളത്. ദർ ആഫ്റ്റർ ദ പെറ്റീഷൻ ഷെയർഡ് എക്സെപ്റ്റ്സ് ഫ്രം എ വീഡിയോ ഇൻ വിച്ച് ലേറ്റ് VS അച്യുതാനന്ദൻ മേഡ് കമൻറ്റ്സ് അബൌട്ട് ദ ഇൻഫർമാൻറ്റ്. അതായത് സിന്ധു ജോയെക്കുറിച്ച് VS അച്യുതാനന്ദൻ നടത്തിയ പത്രസമ്മേളനത്തിലെ കാര്യമാണ് ഒരു വീഡിയോ ആയിട്ട് ഡോക്യുമെൻ്റായി ഹാജരാക്കിയിട്ടുള്ളത്. It is true that petitioner repeated the very same comments made by late VS അച്യുതാനന്ദൻ in the later part of the video. ഇതിൽ VS അച്യുതാനന്ദൻ എന്താണോ പറഞ്ഞിട്ടുള്ളത് അത് പെറ്റീഷണർ പറഞ്ഞു എന്ന് പറയുന്ന കാര്യം സത്യമാണ്. Petitioner claimed to have produced the above video in the case before Honorable Supreme Court to win his case. ഈ വീഡിയോ സുപ്രീം കോടതിയിൽ വിജയിക്കുന്നതിന് വേണ്ടി നന്ദകുമാർ ഹാജരാക്കിയിട്ടുള്ളതാണ്. It is evident that petitioner did not make any comment of his own against the informant in that video. അതായത് നന്ദകുമാർ ഈ പറയുന്ന സിന്ധു ജോയെക്കുറിച്ച് മോശമായിട്ട് യാതൊരു കാര്യവും ആ വീഡിയോ ഞാൻ പറഞ്ഞ വീഡിയോയിൽ ഞാൻ പ്രസിദ്ധീകരിച്ച വീഡിയോ പറഞ്ഞിട്ടില്ല. There was no sexually colored remarks of his own made by the petitioner against the informant in the video. ഈ പറയുന്ന വീഡിയോയിൽ സെക്ഷലി കളേർഡ് ആയ അതായത് സിന്ധു ജോയെക്കുറിച്ച് വളരെ മോശമായ അശ്ലീലപരമായ സെക്സ്പരമായ ഒരു വാക്കുപോലും നന്ദകുമാർ പറഞ്ഞിട്ടില്ല. ഓൺ വ്യൂയിങ് ദ വീഡിയോ ഇറ്റ് ഈസ് എവിഡൻറ്റ് ദാറ്റ് petitioner did not air in his own views about the informant or endorse the statement made by late VS അച്യുതാനന്ദൻ about the informant in the disputed video. ഈ വീഡിയോയിൽ VS അച്യുതാനന്ദൻ പറയുന്ന കാര്യമോ അല്ല അവർ സ്വന്തമായി പറയുന്ന കാര്യമോ അല്ലാതെ നന്ദകുമാറിൻ്റെതായ ഒരു കാര്യവും പറഞ്ഞിട്ടില്ല സിന്ധു ജോയെക്കുറിച്ചിട്ട്. The petitioner was only explaining how he had succeeded in a legal battle by producing the public statement of the informant and the aforesaid video in which late VS അച്യുതാനന്ദൻ made comments about the informant. ഒരു നിയമയുദ്ധത്തിൽ സുപ്രീം കോടതിയിൽ വരെ നടന്ന നിയമയുദ്ധത്തിൽ VS അച്യുതാനന്ദൻ്റെ വീഡിയോ ഹാജരാക്കി അതിൽ എന്താണ് VS അച്യുതാനന്ദൻ പറഞ്ഞത് ഈ പറയുന്ന സിന്ധു ജോയെക്കുറിച്ച്, അതായത് അഭിസാരിയെ പോലെ ഉപയോഗിച്ച് വലിച്ചെറിഞ്ഞു എന്ന് പറയുന്ന കാര്യം സിന്ധു ജോയെ പറ്റി അദ്ദേഹം പറഞ്ഞ മോശമായ കാര്യം അത് കോടതിയിൽ ഹാജരാക്കി വിജയിച്ച കാര്യം എക്സ്പ്ലെയിൻ ചെയ്യുകയാണ് ചെയ്തത്. ഇൻ ദ എബവ് ഫാക്ച്വൽ ബാക്ക്ഡ്രോപ്പ് ഓഫ് ദിസ് കേസ് ദിസ് കോർട്ട് ഈസ് ഓഫ് ഡെഫിനിറ്റ് ഒപ്പീനിയൻ ദാറ്റ് ദ പെറ്റീഷൻ ഈസ് എൻറ്റിൽഡ് ടു ആൻറ്റിസിപ്പേറ്ററി ബെയിൽ. അതുകൊണ്ട് തന്നെ എനിക്ക് ഈ കേസ് നിലനിൽക്കുകയില്ല, ഈ വകുപ്പ് നിലനിൽക്കില്ല, ഇത് കള്ളക്കേസാണെന്ന് കൃത്യമായി പറഞ്ഞുകൊണ്ട് കോടതി എനിക്ക് മുൻകൂർ ജാമ്യം തന്നിരിക്കുകയാണ്. അതായത് സുപ്രീം കോടതിയാണ് ഈ മുൻകൂർ ജാമ്യം തന്നത്, എനിക്ക് മുൻകൂർ ജാമ്യമേ വേണ്ട, ഇത് കള്ളക്കേസാണെന്ന് പറഞ്ഞുകൊണ്ട് ആവശ്യമാണെങ്കിൽ പോയി ജാമ്യം എടുക്കാം കോടതിയിൽ എന്നാണ് പറഞ്ഞത്. ഇത്തവണ ഞാൻ ഇത് പ്രകാരം എന്ത് ചെയ്തു, തിരുവനന്തപുരം സൈബർ പോലീസ് സ്റ്റേഷൻ ഹാജരായി, ഡോക്യുമെൻ്റ് ഹാജരായി. അവർക്കൊന്നും ചോദിക്കാനൊന്നും ഉണ്ടായിരുന്നില്ല, ചോദ്യം ചെയ്യേണ്ട ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർ പോലും അവിടെ ചെന്നപ്പോൾ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഈ പഴയ കേസിൽ ഈ കേസിൽ എനിക്ക് ജാമ്യം തന്നു അവിടുന്ന്, അതായത് ഇപ്പോഴത്തെ കേസിലും പഴയ കേസിലും എനിക്ക് ജാമ്യം തന്നു. അതായത് ഞാനിപ്പോൾ ചെയ്യാൻ പോണത് തിരിച്ച് പോലീസിനെതിരെ കേസ് കൊടുക്കാൻ പോവുകയാണ്. സിന്ധു ജോയ്ക്കെതിരെ 1 കോടി രൂപയുടെ കേസ് കൊടുക്കാൻ പോകുന്നു. അത് പറയാൻ വേണ്ടിയിട്ടാണ് ഞാനിത് പറയുന്നത്. അതിനോടൊപ്പം എൻ്റെ അഡ്വക്കറ്റ് വേണുഗോപാൽ കോടതിയിൽ നടത്തിയ ഗൗരവമായ ഫൈറ്റ്, അതായത് കോടതി ഇളക്കി മറിച്ചുകൊണ്ട് കൃത്യമായി ലീഗൽ പോയിന്റുകൾ പറഞ്ഞുകൊണ്ട്, അതേപോലെ അപൂർവ അരൂല കേസും അതുപോലുള്ള കേസുകൾ, സുപ്രീം കോടതി കേസുകളെല്ലാം പറഞ്ഞുകൊണ്ട് ഇത്തരത്തിൽ കള്ളക്കേസുകൾ എടുക്കുന്നത് ഭരണകൂടത്തിൻ്റെ പ്രതികാരമാണെന്ന് കൃത്യമായി തെളിയിച്ചുകൊണ്ട് അദ്ദേഹം നടത്തിയ ധീരമായ പോരാട്ടത്തിന് അഭിനന്ദനം പറയുകയാണ്. അതേപോലെ കോടതി വളരെ കൃത്യമായി തന്നെ ഇക്കാര്യം പഠിക്കുകയും ഇത് കള്ളക്കേസാണെന്ന് കൃത്യമായി വിലയിരുത്തുകയും ആരാണ് അഡീഷണൽ സെഷൻ ജഡ്ജ് ശ്രീമതി രേഖ ആറാണ് വളരെ ഗംഭീരമായ ഈ ജഡ്ജ്മെൻ്റ് എഴുതിയിട്ടുള്ളത്. എന്തായാലും ഇത് കൃത്യമായിട്ട് വാദിച്ച് വിജയിച്ചുള്ള ശ്രീനിവാസൻ വേണുഗോപാലിന് എല്ലാ അഡ്വക്കേറ്റ് ശ്രീനിവാസൻ വേണുഗോപാലിന് അഭിനന്ദനം പറയുകയാണ്. അതോടൊപ്പം ഈ പറയുന്ന സിന്ധു ജോയ് കള്ളപ്പരാതി കൊടുത്തതിന് പ്രത്യേകം നന്ദി പറയുകയാണ്. ഗവൺമെൻറ് എനിക്കെതിരെ കള്ളക്കേസ് എടുത്തതിന് നന്ദി പറയുകയാണ്. കാരണം അതുകൊണ്ടല്ലേ രാത്രി 12 മണിക്ക് ആ പാവപ്പെട്ട പോലീസുകാരെയും കൂടെ പറഞ്ഞേക്കാൻ കാരണമായത്. ഇങ്ങനെ എനിക്കൊരു ചാൻസ് കിട്ടിയത് കേസ് കൊടുക്കാൻ തിരിച്ചിട്ട് ഞാൻ എന്തായാലും 1 കോടി രൂപ നഷ്ടപരിഹാരത്തിനെതിരെ കേസ് കൊടുക്കും. യാതൊരു വിട്ടുവീഴ്ച ഉണ്ടാവില്ല. പാവം പോലീസുകാരാണ് ഇതിനെ കുടുങ്ങാൻ പോണത് എന്നുള്ളതാണ് ഏറ്റവും വലിയ സങ്കടകരമായ കാര്യം. എന്തായാലും സിന്ധു ജോയോടും പ്രത്യേകം പറയുകയാണ്, ഞാൻ 1 കോടി രൂപ എല്ലാം കരുതി വെച്ചോളൂ, ഞാൻ ഉടനെ കേസ് ഫയൽ ചെയ്യും. സിന്ധു ജോയിൻ്റെ അഡ്രസ്സ് ഇവിടെ ഇല്ലെങ്കിൽ ലണ്ടനിൽ എവിടെയാണ് അഡ്രസ്സ് അത് തപ്പിയെടുക്കും. എൻ്റെ ധാരാളം സുഹൃത്തുക്കൾ ലണ്ടനിലുണ്ട്, അവരിത് അറിഞ്ഞിട്ട് പലരും സിന്ധു ജോയ് എവിടെയാണ് താമസിക്കുന്നതിനുള്ള വിവരങ്ങൾ എടുത്തു തരാമെന്നുണ്ട്.
അവർ ഏത് അഡ്രസ്സാണെന്നുള്ള എടുത്തു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടുത്തെ അഡ്രസ്സ് ഇവിടുത്തെ പാർട്ടി പ്രവർത്തകർ തന്നെ എടുത്തു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ അതിൻ്റെ നടപടിക്രമങ്ങൾ ആരംഭിക്കുകയാണ്. അതും അഡ്വക്കേറ്റ് വേണുഗോപാൽ മൊഴിയെ മുഖാന്തരം ഇരിക്കും ഞാൻ കേസ് നടത്തുക. കാരണം അദ്ദേഹം ഒരു പുലിയായി കോടതിയിൽ മാറി എന്നുള്ളതാണ് സത്യം. അടിച്ച് പൊളിച്ച് തകർത്തു ആ കോടതിയിൽ അന്നത്തെ കേസ് വാദം. അത്രയും അതിഗംഭീരമായിരുന്നു അവിടുത്തെ അദ്ദേഹത്തിൻ്റെ വാദമെന്ന് അവിടെയുള്ള മറ്റ് അഭിഭാഷകർ എന്നോട് പറയുകയുണ്ടായി. എൻ്റെ റിപ്പോർട്ടർ അവിടെ പോയിരുന്നു. ശ്രീനിവാസൻ വേണുഗോപാലിൻ്റെ അതിഗംഭീരമായ ആ പോരാട്ടം, അദ്ദേഹത്തെ പോലുള്ള ആളുകൾ നമ്മളെ അഡ്വക്കേറ്റ്മാരിൽ എപ്പോഴും ശ്രേഷ്ഠരായി നിൽക്കേണ്ടത് ആവശ്യമാണ്. ഇതുപോലെപ്പെട്ട എന്നെപ്പോലുള്ള പാവപ്പെട്ട ആൾക്കാർ വന്നാൽ ഇങ്ങനെയുള്ള കേസുകളിൽ സഹായിക്കാൻ വരെ പോലുള്ള ആൾക്കാരെ ഉണ്ടാവുള്ളൂ. പിന്നെ ഒരു പൈസ പോലും അദ്ദേഹം കൊടുത്തിട്ട് മേടിച്ചില്ല എന്നുള്ള സങ്കടം എനിക്കുണ്ട്. അദ്ദേഹത്തോട് പറയുകയാണ്, ഇതിന് ഫീസ് വാങ്ങണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ഈ അഡ്വക്കേറ്റ്മാർ എങ്ങനെയാണ് എൻ്റെ കാര്യത്തിൽ നന്ദകുമാർ ഇങ്ങനെ ഫൈറ്റ് ചെയ്യുന്നതല്ലേ, അതുകൊണ്ട് 5 പൈസ വേണ്ടെന്ന് പറയും. അത് എന്തൊരു കഷ്ടമാണ് ആലോചിച്ചു. അദ്ദേഹം ഇത്രയും ഗംഭീരമായ വേറെ ഒരു ഞാൻ അറിയാത്തൊരു ആളാണ് പോയി നിൽക്കുന്നതെങ്കിൽ ശരിക്കും ഒരു 1 ലക്ഷം രൂപ അദ്ദേഹത്തിന് ഫീസ് കൊടുക്കേണ്ടി വരും. അത്രയും ഗംഭീരമായ പ്രകടനമാണ് അദ്ദേഹം സെഷൻസ് കോടതിയിൽ നടത്തിയിട്ടുള്ളത് എന്നുള്ളതാണ് സത്യം. നന്ദി, നമസ്കാരം.